Dears, welcome back to Arcanix. So, SCRT model question papers le 1 mark ചോദ്യങ്ങളാണ് മക്കളെ. ആദ്യത്തെ ചോദ്യം തന്നിരിക്കുന്നതിൽ അസിഡിക് സോൾട്ട് ഏതാണെന്നാണ് ചോദ്യം. NaCl ആണ് ഫസ്റ്റ് വൺ. NaCl ആണ് ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത്. NaCl അസിഡിക് ആണോ ബേസിക് ആണോ നോക്കാം. NaCl ലേക്ക് വെള്ളം ഒഴിച്ചാൽ NaOH ഉം HCl ഉം ഉണ്ടായി. NaOH ഒരു സ്ട്രോങ് ബേസ് ആണ്, HCl ഒരു സ്ട്രോങ് ആസിഡ് ആണ്. സോ സ്ട്രോങ്ങും ചേർന്നാൽ ന്യൂട്രൽ. Yes, അപ്പോൾ ന്യൂട്രൽ സോൾട്ട് ആണ് NaCl. സോഡിയം കാർബണേറ്റ് Na2CO3 ആണ് സെക്കൻഡ്. Na2CO3 ലേക്ക് വെള്ളം ഒഴിച്ചാൽ NaOH ഉം H2CO3 ഉം. NaOH ഒരു സ്ട്രോങ് ബേസ് ആണ്, H2CO3 വീക്ക് ആസിഡ് ആണ്. സ്ട്രോങ് ആരാണോ അയാളുടെ നേച്ചർ ആണ് കാണിക്കുക. സ്ട്രോങ് ബേസ് NaOH. സോ ബേസിക് സോൾട്ട് ആണ്. ആൻഡ് അമോണിയം ക്ലോറൈഡ് ആണ് മൂന്നാമത്തേത്. അമോണിയം ക്ലോറൈഡിലേക്ക് വെള്ളം ഒഴിച്ചാൽ അമോണിയം ഹൈഡ്രോക്സൈഡും HCl ഉം. അമോണിയം ഹൈഡ്രോക്സൈഡ് വീക്ക് ബേസും HCl സ്ട്രോങ് ആസിഡുമാണ്. സോ അതൊരു അസിഡിക് സൊല്യൂഷൻ ആണ്. അപ്പൊ അസിഡിക് സോൾട്ട് ആയിട്ടുള്ളത് അമോണിയം ക്ലോറൈഡ് ആണ്. അടുത്ത ചോദ്യം ഇതാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്? തന്നിരിക്കുന്നതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്? CHOയുടെ ഫങ്ഷണൽ ഗ്രൂപ്പ്, CHO ആൽഡിഹൈഡിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് ആണെന്നാണ് പറയുന്നത്. കറക്റ്റ് ആണ് അല്ലെ? കറക്റ്റ് ആണ്. CHO എന്ന് പറഞ്ഞാൽ ആൽഡിഹൈഡ് ആണെന്ന് നമുക്കറിയാം. അസറ്റോണില് 2 കാർബൺ ആറ്റം ഉണ്ടെന്നാണ് മക്കളെ പറയുന്നത്. അസറ്റോണിന്റെ ഫോർമുല CH3COCH3 ആണ്. അതായത് 3 കാർബൺ ആറ്റങ്ങൾ. പ്രൊപ്പനോൺ ആണ് അസറ്റോൺ കേട്ടോ. പ്രൊപ്പനോണിന്റെ കോമൺ നെയിം ആണ് അസറ്റോൺ എന്നുള്ളത്. സോ അസറ്റോണിൽ 3 കാർബൺ ഉണ്ട്, 2 കാർബൺ അല്ല. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. തേർഡ് പറയുന്നത് പെന്റനോൺ പൊസിഷൻ ഐസോമറിസം കാണിക്കാൻ പറ്റുമെന്നാണ്. അപ്പൊ നമുക്ക് പെന്റനോൺ ഒന്ന് വരച്ചു നോക്കാം. പെന്റനോൺ 5 കാർബൺ ആറ്റം വരും. അത് രണ്ടാമത്തെ പൊസിഷനിൽ CO ഗ്രൂപ്പ് കൊടുക്കാം, മൂന്നാമത്തെ പൊസിഷനിൽ CO ഗ്രൂപ്പ് 1 2 3 4 5 ബാക്കിയുള്ള വാലൻസ് ഫില്ല് ചെയ്യണ്ടല്ലോ. ഇവിടെ നോക്കാം, ഫങ്ഷണൽ ഗ്രൂപ്പുകളുടെ പൊസിഷനിലാണ് വ്യത്യാസം. ആദ്യത്തേത് രണ്ടാമത്തെ കാർബണിൽ, രണ്ടാമത്തേതിൽ മൂന്നാമത്തെ കാർബൺ. 2 പെന്റനോണും 3 പെന്റനോണും പോസിബിൾ ആണ്. പെന്റനോണിന് 2 പെന്റനോണും 3 പെന്റനോണും പോസിബിൾ ആണ്. സോ ഐസോമറിസം എക്സിബിറ്റ് ചെയ്യാം. പൊസിഷൻ ഐസോമറിസം കാണിക്കും. ശരിയാണ്. ഈതേഴ്സിലെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്, അതായത് OH ഗ്രൂപ്പ് ആണ് ഈതറുകളുടെ ഫങ്ഷണൽ ഗ്രൂപ്പ്. തെറ്റാണ് മക്കളെ, തെറ്റാണ്. OH ഗ്രൂപ്പ് ആൽക്കഹോളിലെ ഫങ്ഷണൽ ഗ്രൂപ്പ് ആണ്. റെഡി അല്ലേ? അപ്പൊ 2 റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഫൈൻഡ് ദ റിലേഷൻ ആൻഡ് ഫില്ലപ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. CHO ആൽഡിഹൈഡ് ആണ്, ആൽക്കനാൽ എന്നാണ് CHO. അങ്ങനെയാണെങ്കിൽ COനെ നമ്മൾ എന്താ? ആൽക്കനോൺ, പ്രൊപ്പനോൺ, പെന്റനോൺ, ഹെക്സനോൺ. റെഡി അല്ലേ? ഓക്കെ. അടുത്തത് അപ്പൊ ഓപ്ഷൻ 3 ആണ്, ആൽക്കനോൺ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഇനി കാറ്റഗറി അനുസരിച്ച് അവരെ എന്താ ചേരും, മാച്ച് ദ ഫോളോയിങ് ആണ്. ചേരും പഠിച്ചേർക്കുക. അനാൽജസിക്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? റിലീവ് ദ പെയിൻ ആണ്, പെയിൻ കില്ലേഴ്സ് ആണ്. അനാൽജസിക്സ് ആർ പെയിൻ കില്ലേഴ്സ് ആണ് അല്ലേ? ആന്റിപൈററ്റിക്സ് ആണ്. ബോഡി ടെമ്പറേച്ചർ കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ് ആന്റിപൈററ്റിക്സ്. ആന്റിസെപ്റ്റിക്കുകൾ കൺട്രോൾ മൈക്രോ ഓർഗാനിസം. ഒരു മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡെറ്റോൾ പോലുള്ള ആന്റിസെപ്റ്റിക്കുകൾ നമുക്കറിയാം. റെഡിയാണ്. CH ട്രിപ്പിൾ ബോണ്ട് CH ആണ്, ആൽക്കൈൻ ആണ്, ട്രിപ്പിൾ ബോണ്ട് ഉള്ള കോമ്പൗണ്ട് ആണ്. ഈ ആൽക്കൈനിൽ നിന്നും ഈ ഓരോ കോമ്പൗണ്ടും നമ്മൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ആദ്യം പറഞ്ഞിരിക്കുന്നത് ഈതെയിൻ ആണ് അല്ലെ? ഈതെയിൻ ആൽക്കൈൻ ട്രിപ്പിൾ ബോണ്ട് ആണ്. അതിലേക്ക് ഹൈഡ്രജൻ ആഡ് ചെയ്താൽ മതി. ആൽക്കൈനിലേക്ക് ഹൈഡ്രജൻ ആഡ് ചെയ്യാം. 2 മോൾ ഹൈഡ്രജൻ ആഡ് ചെയ്താൽ അത് ആൽക്കൈനായി മാറുന്നു. ഈ ട്രിപ്പിൾ ബോണ്ട് പൊട്ടിയിട്ട് ഇവിടേക്കും ഹൈഡ്രജൻ വരും. ആദ്യം ഒരു H2 ആഡ് ചെയ്യുന്നു, അപ്പൊ CH2 ഡബിൾ ബോണ്ട് CH2 ആകും. പിന്നീട് വീണ്ടും H2 ആഡ് ചെയ്യുന്നു. അങ്ങനെ CH3 2 മോൾ ഹൈഡ്രജൻ ആഡ് ചെയ്താൽ അത് CH3 ആയി മാറുന്നു. ആൽക്കൈൻ കിട്ടും. രണ്ടാമത്തത് ഇവിടെ 2 H2 ആണ് ആഡ് ചെയ്തെങ്കിൽ ഇവിടെ Cl2 2 ക്ലോറിൻ വെച്ച് വരണം. ക്ലോറിൻ ആഡ് ചെയ്താൽ അത് CHCl2 ആയി മാറി. അപ്പൊ രണ്ടാമത്തതിൽ Cl2 ആണ് ആഡ് ചെയ്യേണ്ടത്. മൂന്നാമത്തത് HCl ഇടാം മതി. HCl അതായത് ഈ ട്രിപ്പിൾ ബോണ്ട് പൊട്ടിയിട്ട് മക്കളെ CH ട്രിപ്പിൾ ബോണ്ട് CHലെ ട്രിപ്പിൾ ബോണ്ട് പൊട്ടിയിട്ട് ഒരിടത്തേക്ക് ഹൈഡ്രജനും വരണം, ഒരിടത്തേക്ക് Cl-ഉം വരണം അല്ലെ? കുറെ ബോണ്ടായി പോയി. ഇത് പൊട്ടി ഇവിടത്തേക്ക് ഹൈഡ്രജനും വരണം, ഇവിടത്തേക്ക് Cl-ഉം വരണം. അതിനുവേണ്ടി HCl ആണ് ആഡ് ചെയ്യേണ്ടത്. പോളിവിനൈൽ ക്ലോറൈഡ്. വിനൈൽ ക്ലോറൈഡിനെ പോളിമറൈസ് ചെയ്യുക. ഈ കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് വിനൈൽ ക്ലോറൈഡ്. അതിനെ പോളിമറൈസ് ചെയ്യുക. N നമ്പേഴ്സ് വിനൈൽ ക്ലോറൈഡ് ചേർന്നാൽ പോളിവിനൈൽ ക്ലോറൈഡ് PVC ഹോസ് പൈപ്പ് ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കും. അതായത് ഈ ഡബിൾ ബോണ്ട് പൊട്ടിയിട്ട് CH2 സിംഗിൾ ബോണ്ട് CHCl അത് N ടൈംസ് വരും അല്ലെ? ഇതാണ് പോളിവിനൈൽ ക്ലോറൈഡ് അല്ലെങ്കിൽ PVC എന്ന് പറയുന്നത്. നമ്മളെ പൈപ്പ് ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ്. അടുത്തത് ചോദ്യം ഇതാണ്,
ഒരു മൂലകത്തിന്റെ അറ്റോമിക നമ്പർ 24 ആണ്. ഇതിനെ കുറിച്ച് ചില പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഇതിന് ഇംഗ്ലീഷ് ഈ മൂലകത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിട്ടുണ്ട്. മക്കളെ അറ്റോമിക് നമ്പർ 24 ആണ്. നമുക്കറിയാം ക്രോമിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണല്ലേ. ക്രോമിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് D5 3D5 4s1 ആണ്. അപ്പൊ ഇവിടെ അവർ തന്നിരിക്കുന്നത് 3D4 4s2 ആണ്. സോ ഇറ്റ്സ് എ റോങ് സ്റ്റേറ്റ്മെന്റ്. ഇത് തെറ്റായ കാര്യമാണ്. അതിന്റെ ഒരിക്കലും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇതല്ല. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്, അവസാന ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് D സബ്ഷെല്ലാണ്. അത് കറക്റ്റ് ആണ്. ഡിയിലേക്കാണ് ലാസ്റ്റ് ഇലക്ട്രോണുകൾ എൻ്റർ ചെയ്യുന്നത്, വിച്ച് ഇസ് എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. തേർഡ് വൺ ഇതാണ്, തേർഡ് വൺ അവസാന ഇലക്ട്രോൺ വന്ന് കയറുന്ന സബ്ഷെല്ലിന്റെ L വാല്യൂ 1 ആണെന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് L വാല്യൂ നോക്കാം. PDF 0 1 2 3 അവസാന ഇലക്ട്രോൺ വന്ന് കയറുന്നത് സോ L വാല്യൂ 2 ആണ് മക്കളെ. 2 ആണ്, തെറ്റാണ്. അപ്പൊ ഇതും തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. ആൻഡ് ലാസ്റ്റ് വൺ, ബാഹ്യതമായ ഇലക്ട്രോൺ ഉൾപ്പെടുന്ന സബ്ഷെല്ലിൽ 5 ഓർബിറ്റലുകൾ ഉണ്ട്. അത് കറക്റ്റ് ആണല്ലേ. ഏറ്റവും അവസാന ഇലക്ട്രോൺ ഡിയിലാണ്. ഡിയിൽ 1 2 3 4 5 ഓർബിറ്റലുകൾ പ്രസന്റ് ആണ്. അത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. നെക്സ്റ്റ് വൺ, ionization enthalpy of s block elements are lower than that of p block elements. s block elements ന്റെ ionization enthalpy p block elements നേക്കാൾ കുറവാണെന്നോ കൂടുതലാണെന്നോ? കുറവാണെന്നാണ് സ്റ്റേറ്റ്മെന്റ്. എന്താണ് അയണൈസേഷൻ എൻതാൽപ്പി എന്നാണ് ചോദ്യം. ഒന്നുമില്ല, ന്യൂട്രൽ ആയിട്ടിരിക്കുന്ന ഗേഷ്യസ് ആറ്റത്തിന്റെ അവസാന ഷെല്ലിലെ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ, പുറത്തേക്ക് കൊണ്ടുപോകാൻ നമുക്ക് ആവശ്യമായ എനർജിയെ വിളിക്കുന്ന പേരാണ് എന്ത്? അയോണൈസേഷൻ എൻതാൽപ്പി. യെസ്, അത് എസ് ബ്ലോക്ക് എലമെന്റുകളുടേത് പി ബ്ലോക്കിനേക്കാളും ലോവർ ആണെന്നാണ് അവർ പറയുന്നത് അല്ലെ. എസ് ബ്ലോക്ക് എലമെന്റുകൾക്ക് പി ബ്ലോക്കിനേക്കാളും അയണൈസേഷൻ എൻതാൽപ്പി കുറവാണ്. കാരണം അവർക്ക് പി ബ്ലോക്കിലേക്ക് പോകുമ്പോൾ സൈസ് കൂടും. പി ബ്ലോക്കിൽ സൈസ് കുറയും. ലെഫ്റ്റ് റൈറ്റ് ആണ്. ഓക്കേ, അടുത്ത ചോദ്യം ഇതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 3 സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. കറക്റ്റ് ആണോ ഇല്ലയോ എന്ന് പറയണം. ഗ്രൂപ്പ് 3 to 12 are included in D block. കറക്റ്റ് ആണ്. 3 മുതൽ 12 വരെ ഗ്രൂപ്പിലുള്ള എലമെന്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് D block elements. അത് കറക്റ്റ് ആണ്. അടുത്തത്, പി ബ്ലോക്ക് എലമെന്റുകൾ പീരിയോഡിക് ടേബിളിന്റെ ബോട്ടത്തിലാണ് കൊണ്ടുവച്ചിരിക്കുന്നതാണോ? അല്ല. ഏറ്റവും റൈറ്റ് ഹാൻഡ് സൈഡിലായിട്ടായിരിക്കും പി ബ്ലോക്ക്, ലെഫ്റ്റിൽ എസ് ബ്ലോക്ക്. ബോട്ടത്തിൽ കൊണ്ടിട്ടിരിക്കുന്നത് ലാന്തനോയിഡുകളെയും ആക്ടിനോയിഡുകളെയുമാണ്. സോ സ്റ്റേറ്റ്മെന്റ് 2 is a wrong statement. Ionization enthalpy increases on moving down the group. Yes, ഗ്രൂപ്പിൽ താഴേക്ക് പോകുന്നതോറും അയണൈസേഷൻ എൻതാൽപ്പി കൂടും എന്നാണ് പറയുന്നത്. ഗ്രൂപ്പിൽ താഴേക്ക് പോകുന്നതോറും ഷെല്ലുകളുടെ എണ്ണം കൂടും. അപ്പൊ ആറ്റത്തിന്റെ സൈസ് കൂടും. അതിനനുസരിച്ച് അയണൈസേഷൻ എൻതാൽപ്പി കുറയുകയാണ്, ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. അപ്പോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും റോങ് ആണ്. തേർഡ് സ്റ്റേറ്റ്മെന്റും റോങ് ആണ്. കറക്റ്റ് ആയിട്ടുള്ളത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് 1 is correct, but statement 2 and 3 are not correct. Yes, രണ്ടാമത്തത്. ഓക്കെ, അടുത്തത്. സിങ്കിന്റെ അയിരുകളുടെ സാന്ദ്രണവുമായി ബന്ധപ്പെട്ട അപൂർണ ഇക്വേഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, പറഞ്ഞോ. യെസ്, ഈ ഇക്വേഷൻസ് കംപ്ലീറ്റ് ചെയ്യണം. സിങ്ക് കാർബണേറ്റിനെ ചൂടാക്കാണ്. എന്താണ് നിങ്ങൾക്ക് കിട്ടുക? സിങ്ക് ഓക്സൈഡ് ആയിട്ട് മാറും. അത് ഓക്സൈഡ് ആയിട്ട് മാറും. അടുത്തത്, സിങ്ക് സൾഫൈഡിനെ ചൂടാക്കാണ്. ഇൻ പ്രസൻസ് ഓഫ് ഓക്സിജൻ, ഓക്സിജന്റെ പ്രസൻസിൽ നടക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന യെസ്, ഓക്സിജന്റെ പ്രസൻസിൽ നടക്കുന്നത് കാൽസിനേഷൻ അല്ല, റോസ്റ്റിംഗ്. ഓക്സിജൻ ഇല്ലാതെ നടക്കുന്നത് റോസ്റ്റിംഗ് ആണെങ്കിൽ, സോറി, കാൽസിനേഷൻ ആണെങ്കിൽ, ഓക്സിജൻ കൊടുത്ത് നടക്കുന്നത് അല്ലെങ്കിൽ ലിമിറ്റഡ് സപ്ലൈ ഓഫ് എയർ അല്ലെങ്കിൽ എക്സസ് സപ്ലൈ ഓഫ് എയർ നടക്കുന്നത് എന്താണത്? റോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓ ഓർത്താ മതി, ഓക്സിജന്റെ ഓ ആണെന്ന് ഓർത്താ മതി. യെസ്, അവിടെയും കിട്ടുന്നത് സിങ്ക് ഓക്സൈഡ് ആണ്. സിങ്ക് സൾഫൈഡുകളെയും സിങ്ക് കാർബണേറ്റുകളെയും അതിന്റെ ഓക്സൈഡ് ആക്കി മാറ്റാൻ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോസസ് ആണ് കാൽസിനേഷനും അതേപോലെ തന്നെ റോസ്റ്റിംഗും. സോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് അബ്സല്യൂട്ട് സീറോ? എന്താണ് അബ്സല്യൂട്ട് സീറോ? 273 കെൽവിൻ. 273 കെൽവിൻ എന്ന് പറഞ്ഞാൽ 0 ഡിഗ്രി സെൽഷ്യസ്. ഒരു ഗ്യാസ് എന്ത് ചെയ്യുക, അതിന്റെ മിനിമം വോളിയത്തിൽ ഒക്യുപ്പൈ ചെയ്ത ടെമ്പറേച്ചർ വിളിക്കുന്ന പേരാണ് അബ്സല്യൂട്ട് സീറോ. ഇറ്റ് ഈസ് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ഓൾ ദ ഗ്യാസ് അസ്യൂം ടു ബി 0 വോളിയം. എല്ലാ ഗ്യാസും 0 വോളിയം ഒക്യുപ്പൈ ചെയ്യുന്ന നമ്മൾ അസ്യൂം ചെയ്ത ടെമ്പറേച്ചർ വിളിക്കുന്ന പേരാണ് അബ്സല്യൂട്ട് സീറോ അല്ലെ. 0 കെൽവിൻ അല്ലെങ്കിൽ -270 ഡിഗ്രി സെൽഷ്യസ് ആണ് അബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്നത്. സോ ലാസ്റ്റ് ഒരു ചോദ്യം കൂടി ഉണ്ട്. അവോഗാഡ്രോസ് ലോ എന്താണെന്നാണ് പറയുന്നത്. അവോഗാഡ്രോസ് ലോയിൽ കോൺസ്റ്റന്റ് ആയിരിക്കുന്നത് ടെമ്പറേച്ചറും പ്രഷറുമാണ്. At constant temperature and pressure, the volume of a gas is directly proportional to its number of molecules. Number of molecules നോട് directly proportional ആണ്. നമ്മൾ ബലൂൺ ഊതി വീർപ്പിക്കുന്നത് is an example for Avogadro's law. Yes. അപ്പൊ നമ്മൾ 1 മാർക്ക് ക്വസ്റ്റ്യൻ കഴിഞ്ഞിരിക്കുന്നു. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, എക്സാമിന് നന്നായിട്ട് എഴുതാം അല്ലെ. All the very best.